ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതകാലത്തില് ദൈവത്തിന്റെ വചനവുമായിട്ട് ദൈവജനത്തോടൊപ്പമായി ചിന്തിക്കുവാൻ തന്ന നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. ഓരോ ദിവസവും തരുന്ന അത്യന്തമായ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ദിവസത്തിന്റെ പ്രഭാതത്തില് നമുക്ക് മന്നയായി നൽകപ്പെട്ട ദൈവവചനം പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗത്തെ ആധാരമാക്കിയാണ്. ദൈവം മോശയോട് പറയുന്ന ചില ആലോചനകളാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. നല്ല മനസ്സോടെ തരുന്ന ഏവനെയും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങാൻ അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടുകൾ പൊന്ന്, വെള്ളി, താമ്രം, നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല്, പഞ്ഞിനൂല്, കോലാട്ട് രോമം, ചുവപ്പിച്ച ആട്ടുകോറ്റൻ തോല്, തകശു തോല്, ഖദിരമരം, വിളക്കിനെണ്ണ, അഭിഷേക തൈലത്തിനും പരിമള തൈലത്തിനും സുഗന്ധവർഗം. താഴോട്ട് വലിയൊരു ലിസ്റ്റ് തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ കാണിക്കയായി വഴിപാടായി കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവജനത്തോട് ആവശ്യപ്പെടുന്ന കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ മന്നയായിട്ട് നാം പഠിക്കുവാൻ പോകുന്നത് ദൈവത്തോടൊപ്പം നമുക്ക് പങ്കാളിയാകുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ദൈവവേലയിൽ പങ്കാളിയാകുവാൻ ഓരോരുത്തർക്കും ദൈവം അവസരം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന എന്നുള്ളതാണ് നാം ഈ ഭാഗത്തു നിന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഇന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. അനേക ദൈവമക്കള് പലപ്പോഴും ചിന്തിക്കുന്ന, ഞാൻ ദൈവസന്നിധിയിൽ ധാരാളം കാണിക്കകൾ കൊടുക്കുന്നുണ്ട്, വഴിപാടുകൾ കൊടുക്കുന്നുണ്ട്, അത് മതി എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളിൽ നിന്നുണ്ടാകാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ പണം മാത്രമല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തില് നാം ദൈവത്തോടൊപ്പം എങ്ങനെ പങ്കാളിയാകുന്നു എന്നുള്ളതും വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ്. ഇവിടെ മോശ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ നടത്തിയപ്പോൾ ദൈവം സിനായ് മരുഭൂമിയില് സിനായ് മലയുടെ കൊടുമുടിയിൽ ഇറങ്ങി മോശയ്ക്ക് ചില ആലോചനകൾ കൊടുക്കുകയുണ്ടായി. സ്വർഗത്തിന്റെ മാതൃക പ്രകാരം ഒരു സമാഗമന കൂടാരം ദൈവജനത്തിന്റെ ഇടയിൽ വസിക്കുവാൻ തക്കവണ്ണം ഉണ്ടാക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് മോശയോട് സംസാരിക്കുകയുണ്ടായി. എന്നാൽ ആ മരുഭൂമിയില് അപ്രകാരം ദൈവം കാണിച്ച മാതൃക പ്രകാരം അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെ, അതിനുള്ള സമയം എവിടെ, പണം എവിടെ, അത് ആര് തരും, ഇതെല്ലാം മനുഷ്യനായ മോശയുടെ ഹൃദയത്തിൽ ഉണ്ടാകാം. എന്നാൽ ദൈവം അതിനുള്ള പോംവഴികൾ വളരെ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു അധ്യായമാണ് 25-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 25 വായിക്കുമ്പോൾ അത്ഭുതകരമായ വെളിപ്പെടുത്തലുകളാണ് ദൈവം അവിടെ നൽകി തന്നിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ കൊണ്ട് കൊടുക്കുവാൻ പഠിപ്പിക്കുക മാത്രമല്ല, ദൈവവേലയുടെ ഭാഗമായിരിക്കാൻ അവരെ ഒരുക്കുന്ന ഒരു അനുഭവം കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെ വെറും ആട്ടിടയന്മാരായിട്ട് മിസ്രൈമിൽ പോയെങ്കിലും അവർ അനേക കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് പുറപ്പാട് പുസ്തകം വളരെ വ്യക്തമാക്കുന്നു. അവര് വലിയ ഭണ്ഡാരങ്ങൾ ഉണ്ടാക്കി, അവര് വലിയ പണ്ടികശാലകൾ ഉണ്ടാക്കുന്നവരായി തീർന്നിട്ടുണ്ട്. ആടിനെയും പശുവിനെയും മേയ്ക്കുക മാത്രമായിരുന്നില്ല അവർ ചെയ്തത്, എല്ലാ പണികളും അവർ പഠിച്ചിരുന്നു എന്ന് ആ ഭാഗത്ത് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. അങ്ങനെയുള്ളവരെ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ട് വരുമ്പോൾ ദൈവത്തിന്റെ വേലയുടെ ഭാഗമാകുവാൻ പോകുന്നിടത്ത് ഒരു ദൈവജനമായിരിക്കാൻ, ദൈവത്തിന്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാൻ തക്കവണ്ണം അവരെ തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ സമ്പത്ത് മാത്രമല്ല, അവരുടെ സമയം കൂടി ദൈവത്തിനുമായിട്ട് വേല ചെയ്യുവാൻ അവരെ തെരഞ്ഞെടുക്കുന്നതായിട്ട് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തില് നമുക്ക് മനസ്സിലാക്കാം. പുരോഹിത കുടുംബത്തെ മാത്രമല്ല, മഹാപുരോഹിത കുടുംബത്തെ വേർതിരിക്കുന്നു, പുരോഹിത ഗോത്രത്തെ വേർതിരിക്കുന്നു, ആശാരിമാരെ വേർതിരിക്കുന്നു, മൂശാരിമാരെ വേർതിരിക്കുന്നു, അവിടുത്തെ സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്നു, അവിടുത്തെ അവരുടെ ഉദർച്ചാർപ്പണങ്ങള്, അവർക്ക് എണ്ണ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ അവരുടെ സമ്പത്തും അവരുടെ സമയവും ദൈവത്തിന്റെ വേലയ്ക്ക് ഒപ്പം കൊടുക്കുവാൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കുന്ന
മോശയ്ക്ക് ദൈവം നൽകുന്ന ആലോചന എത്ര വിലയേറിയതാണെന്ന് ഈ കാലത്ത് നാം ചിന്തിക്കണം. നമ്മുടെ പണമല്ല ദൈവത്തിന് ആവശ്യം, നമ്മെ തന്നെയാണ് ദൈവത്തിന് ആവശ്യം. നമ്മുടെ മനസ്സ് ദൈവത്തിന് ആവശ്യമാണ്. ദൈവവേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ നശിച്ചു പോകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മെ സമർപ്പിക്കുന്നത് പാസ്റ്ററുടെ ജോലിയാണ് സന്ദർശനവും എന്നൊക്കെ ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ ജോലിയാണ് ദൈവത്തിന്റെ ജനത്തെ നടത്തുക എന്നുള്ളത്. എല്ലാവരും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് സാക്ഷ്യം വഹിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വേലയ്ക്ക് പൂർണ്ണത വരുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ലഭിക്കുന്നതായ സമയങ്ങള്, നാം സഞ്ചരിക്കുന്നതായ വാഹനത്തിൽ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നവര്, നമ്മോട് സംസാരിക്കുന്നവര്, നാം കണ്ടുമുട്ടുന്നവര്, അവരോടൊക്കെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സാക്ഷീകരണം നടത്തുവാൻ നമുക്ക് ദൈവം അവസരം തരികയാണ്. ആ അവസരങ്ങളില് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ നാമം ഉയർത്തുവാൻ നമ്മെ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ പണവും നമ്മുടെ സജീവമായ സേവനങ്ങളും ഒരേപോലെ ദൈവനാമത്തിനു വേണ്ടി ചെലവഴിക്കുമ്പോഴാണ് കർത്താവിന്റെ വരവിനെ നാം ത്വരിതപ്പെടുത്തുന്നത്. കർത്താവിന്റെ നല്ല സുവിശേഷീകരണത്തിന്റെ വക്താക്കളായി മാറുന്നത്. പ്രസംഗപീഠത്തിൽ നിന്ന് പ്രസംഗിക്കുക മാത്രം ചെയ്താൽ ഒരാത്മാവിനെയും രക്ഷപ്പെടുത്തുവാൻ കഴിയത്തില്ല. നമ്മളുടെ നല്ല സാക്ഷ്യങ്ങളിലൂടെ അനേകർക്ക് യേശുവിനെ പങ്കിടുവാൻ നമുക്ക് കഴിയണം. ദൈവസ്നേഹം പങ്കിടുവാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ആ സേവനത്തിന് അർത്ഥമുണ്ടാകുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നാം ദൈവത്തോടൊപ്പം ആയിത്തീരുന്നത് എന്നുള്ള മനസ്സിലാക്കി നാം ഈ നാളുകളിൽ ഉണർന്ന് ജാഗരിച്ചും പ്രവർത്തിക്കേണ്ടതായ ആവശ്യകതയുണ്ട്. നാം ഒരു ദിവസം എത്ര മണിക്കൂറുകൾ ദൈവസ്നേഹം പങ്കിടുവാൻ ഉപയോഗിക്കുന്നുണ്ട്? നാം എത്ര മണിക്കൂറുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവ് നിന്ന് പ്രാർത്ഥിക്കുവാൻ നാം ചെലവഴിക്കുന്നുണ്ട്? നമുക്ക് പോകുവാൻ കഴിയാത്തടത്ത് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പങ്കിടുവാൻ, അല്ലെങ്കിൽ ഫോണിലൂടെ നമുക്കൊരാളോട് ദൈവസ്നേഹം പങ്കിടുവാൻ കഴിയും. ഒരു വ്യക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. നാം ചെന്നെത്താൻ കഴിയാത്തടത്ത് പോലും നമുക്കൊരാളെ സഹായിക്കുവാൻ കഴിയും. അത്രമാത്രം വാതായനങ്ങൾ തുറന്നിട്ടും ദൈവത്തിന്റെ വേലയ്ക്ക് എന്താണ് തടസ്സം? നാം ചിന്തിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാതത്തില് മോശയോട് ദൈവം പറഞ്ഞത്, ഇസ്രായേൽ മക്കളുടെ വഴിപാടുകള് മനസ്സോടെ സ്വീകരിക്കുക. അതുകൊണ്ട് എനിക്കൊരു സമാഗമന കൂടാരം പർവ്വതത്തിൽ കാണിച്ച മാതൃകയിൽ ഉണ്ടാക്കുക. അവിടെ ഞാനും നിങ്ങൾക്കും ഒരുമിച്ചായിരിക്കുവാൻ സാധിക്കും. ഈ ഒരു അനുഭവം നാം ദൈവവുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം വ്യക്തിപരമായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് നമ്മെ സമർപ്പിക്കാം. ദൈവത്തിന്റെ വേലയിൽ പൂർണ്ണമായ മനസ്സോടുകൂടി നമ്മുടെ സമയവും പണവും നമ്മുടെ താലന്തുകളും ഉപയോഗിക്കപ്പെടുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുവാനും അനേകരുടെ രക്ഷയ്ക്ക് അത് ഓഹരിയായി തീരുവാനും ഇടയാവും. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ മന്ന ഞാൻ സമർപ്പിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ നടത്തുന്ന വിധങ്ങളോർത്ത് സ്തോത്രം ചെയ്യുന്നു. കാരുണ്യവാനായ തമ്പുരാന് ഞങ്ങൾക്ക് തരുന്ന നല്ല അനുഭവങ്ങൾ, ഞങ്ങളുടെ പണം, ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ താലന്തുകൾ കർത്താവിനോടൊപ്പമായിരിക്കാൻ, കർത്താവിന് മഹിമയുള്ള ആ സാക്ഷ്യം വഹിക്കുവാൻ ഒക്കെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഭൂപരപ്പിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ്സില് അനേക വ്യക്തികൾക്ക് ആശ്വാസവും സൗഖ്യവും സമാധാനവും നൽകുന്നവരായി, യേശുവിന്റെ സ്നേഹം പകരുന്നവരായി തീരുവാൻ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവിലെ അടിയങ്ങൾക്ക് വിശുദ്ധന്മാരുടെ ഓഹരി പ്രാപിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് അടിയങ്ങളോട് കാണിക്കുന്ന കരുണയ്ക്കും സ്നേഹത്തിനും അവിടുന്ന് ഞങ്ങളോട് കാണിക്കുന്ന നീതിക്കും ഞങ്ങൾ താഴ്മയുള്ളവരായി, ദയയുള്ളവരായി, കർത്താവിനെ അനുസരിക്കുന്ന മക്കളായി തീരുവാൻ ഞങ്ങളെ ഒരുക്കി സഹായിക്കണമെന്ന് യേശു മൂലം ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.